എല്ലാവരും കാത്തിരുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ആദ്യ ട്രെയിലർ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സിനിമയിലൂടെ നോവേ ഹോമിന് ശേഷം സ്പൈഡർമാന്റെ അല്ലെങ്കിൽ പീറ്റർ പാർക്കറിന്റെ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ട്രെയിലറിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ മൂവിയും നോവേ ഹോമിന് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കഥയായിട്ടാണ് വരാൻ പോകുന്നത്. ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് സ്പൈഡർമാൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരുന്ന് ഒരു വീഡിയോ കാണുന്നതാണ്. MJയുടെയും നെഡിന്റെയും MITയിലെ അവരുടെ ഫസ്റ്റ് ഡേ ആണത്. ഓഫ് കോഴ്സ് അവർക്ക് പീറ്റർ പാർക്കറിനെ ഒന്നും തന്നെ ഓർമ്മയില്ല. ഇത്തരത്തിൽ വളരെയധികം ഒറ്റപ്പെട്ട് തകർന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു പീറ്റർ പാർക്കറിനെ ആയിരിക്കും ഈ മൂവിയിലൂടെ കാണുക. അതേപോലെ അടുത്തൊരു സീനിലായിട്ട് പീറ്റർ ഒരു പേപ്പർ പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കണ്ടിട്ട് തോന്നുന്നത് നമ്മൾ നോവേ ഹോമിന്റെ എൻഡിങ്ങിൽ പീറ്റർ MJയോട് താൻ ആരാണെന്ന് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്ന ആ പേപ്പർ ആയിട്ടാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ ആയിട്ട് അതിലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല, എന്നാൽ നമ്മൾ വളരെയധികം അടുത്തറിയുന്നവരായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. കണ്ടിട്ട് പ്രധാനമായും സിനിമയുടെ തുടക്കത്തിൽ പീറ്റർ പാർക്കറിന്റെ ഒരു ഫ്രഷ് സ്റ്റാർട്ടും അതോടൊപ്പം MJയുടെയും നെഡിന്റെയും എടുത്ത് പീറ്റർ വീണ്ടും അവരോട് അടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ടായിരിക്കും സിനിമയുടെ തുടക്കത്തിൽ ഉണ്ടാവുക. അതേപോലെ MJക്ക് പുതിയൊരു ബോയ് ഫ്രണ്ട് പോലെ ഒരു ക്യാരക്ടറൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെയാണ് ഈ മൂവിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറായ പണിഷറിനെ കാണിക്കുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള ലീക്കഡ് ഫുട്ടേജിലൊക്കെ ആയിട്ട് സ്പൈഡർമാൻ ഒരു ടാങ്കറിനൊക്കെ ചേസ് ചെയ്യുന്ന പോലെ ഒരു സീനൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സീന് തന്നെയാണ് ഈ ട്രെയിലറിലും കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പണിഷർ സ്പൈഡർമാനെ തന്റെ വാന് കൊണ്ട് ഇടിക്കുന്ന ഒരു സീന് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്പൈഡർമാൻ ഫ്രാങ്ക് എന്തിനാണ് ഇനിയിപ്പോ ഇടിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് പണിഷറിനെ ഫ്രാങ്ക് എന്ന പേരെടുത്താണ് സ്പൈഡർമാൻ വിളിച്ചിരിക്കുന്നത്. അതായത് ഇവർക്ക് ഓൾറെഡി പരിചയമുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഫസ്റ്റ് മീറ്റ് ആയിരിക്കില്ല, അവരുടെ ഫസ്റ്റ് മീറ്റിന് ശേഷമുള്ള ഒരു സീനായിരിക്കാം ഇത്. അതുപോലെ കണ്ടിട്ട് രണ്ടുപേരും ആ ടാങ്കറിനെ ചേസ് ചെയ്ത് വരുന്ന ഒരു സീനായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചിലപ്പോൾ സ്പൈഡർമാനെയും പണിഷറിനെയും ഒരു ടീം അപ്പ് ഒക്കെ കാണാൻ പറ്റിയേക്കും. അതേപോലെ പണിഷർ അപ്പിയർ ആകുന്ന ആദ്യ MCU മൂവി കൂടിയാണ് ദി ബ്രാൻഡ് ന്യൂ ഡേ. അത് കഴിഞ്ഞിട്ട് ഒരു സീനിൽ സ്പൈഡർമാൻ ബോധം കിട്ടി വീഴുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പേ വന്നൊരു റൂമർ ആയിരുന്നു സ്പൈഡർമാൻ ഓർഗാനിക് വെബ് കിട്ടും ഈ മൂവിയിൽ എന്നത്. ടോബി മെഗ്വയറിന്റെ സ്പൈഡർമാനിൽ മാത്രമായിരിക്കും നമ്മൾ ഓർഗാനിക് വെബ് കണ്ടിട്ടുണ്ടാവുക. ഇപ്പോൾ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ എടുത്താലും ഇതിന് മുമ്പ് വരെയുള്ള ടോം ഹാളന്റെ സ്പൈഡർമാൻ മൂവീസ് എടുത്താലും അതിലൊക്കെ വെബ് ഷൂട്ടേഴ്സ് ആയിരുന്നു അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ മൂവിയിൽ ടോം ഹാളന്റെ സ്പൈഡർമാൻ ഓർഗാനിക് വെബ് കിട്ടുമെന്ന രീതിയിലായിരുന്നു റൂമർ ഉണ്ടായിരുന്നത്. ഇത് ഏകദേശം കൺഫേം ചെയ്ത രീതിയിൽ തന്നെയാണ് ട്രെയിലറിലും ഉള്ളത്. അതായത് സ്പൈഡർമാൻ ബോധം കെട്ട് വീഴുന്ന ആ ഒരു സീനിന് ശേഷം സ്പൈഡർമാൻ എന്തിന്റെ ഉള്ളിൽ നിന്ന് വലയൊക്കെ മാറ്റിക്കൊണ്ട് പുറത്തു വരുന്ന രീതിയിലായിരുന്നു കാണിക്കുന്നത്. അതായത് വല കൊണ്ട് ഒരു കൊക്കൂണ് പോലുള്ള ഒന്നിൽ നിന്ന്. കോമിക്സിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ സൈസ്ഡ് കൊക്കൂണിൽ നിന്ന് സ്പൈഡർമാൻ എമർജ് ചെയ്ത് വരുന്ന പോലെയുള്ള ഒന്ന്. അതിനുശേഷം സ്പൈഡർമാൻ ഓർഗാനിക് വെബ് കിട്ടുന്ന പോലെയൊക്കെയാണ് അതിൽ. കണ്ടിട്ട് ഇവിടെയും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് സ്പൈഡർമാൻ ആ കൊക്കൂണിൽ നിന്ന് താഴേക്ക് വീഴാൻ പോകുമ്പോൾ സ്പൈഡർമാൻ വെബ് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പീറ്ററിന്റെ കയ്യിൽ അപ്പോൾ വെബ് ഷൂട്ടേഴ്സ് ഒന്നുമില്ല. എന്നാൽ താഴേക്ക് വീഴുന്നതിന് മുമ്പ് സ്പൈഡർമാൻ വെബ് ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. പൂർണ്ണമായും അത് കാണിക്കുന്നില്ലെങ്കിലും കണ്ടിട്ട് പീറ്ററിന് ഓർഗാനിക് വെബ് കിട്ടിയിട്ടുള്ള പോലെയാണ് ഉള്ളത്. അതേപോലെ മറ്റൊരു സീനിൽ സ്പൈഡർമാൻ വെബ് ഷൂട്ട് ചെയ്യുമ്പോൾ സ്പൈഡർമാന്റെ കയ്യിൽ വെബ് ഷൂട്ടേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ഓർഗാനിക് വെബ് കിട്ടിയതിന് ശേഷമുള്ള ഒരു സീനായിരിക്കാം ഇത്. ഓർഗാനിക് വെബ് കിട്ടി എന്നതോടൊപ്പം തന്നെ സ്പൈഡർമാന്റെ DNA മ്യൂട്ടേഷൻ കൂടിയാണ് അവർ സംഭവിക്കുന്നത്. അപ്പോൾ ഈ മ്യൂട്ടേഷനെ കുറിച്ച് കൂടുതലൊക്കെ അറിയാനും സഹായത്തിന് വേണ്ടിയെല്ലാം തന്നെ പീറ്റർ ചെല്ലുന്നത് നമ്മുടെ ബ്രൂസ് ബാനറുടെ അടുത്താണ്. ഈ മൂവിയിൽ ഉണ്ടാകുമെന്ന് ഓൾറെഡി കൺഫേം ചെയ്ത മറ്റൊരു ക്യാരക്ടറായിരുന്നു ബ്രൂസ് ബാനർ. പിന്നെ എടുത്തു പറയേണ്ടത് അവസാനമായി ബ്രൂസ് ബാനർ അപ്പിയർ ആയ മൂവീസും സീരീസും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും ബ്രൂസ് ബാനർ തന്നെയാണുള്ളത്, സ്മാർട്ട് ഹൾക്ക് അല്ല. ഇതുകൊണ്ട് തന്നെ മാർവൽ കൂടുതലും സ്മാർട്ട് ഹൾക്കിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അതേപോലെ ഈ മൂവിയിൽ നമ്മൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആംഗ്രി സാവേജ് ഹൾക്ക് ഉണ്ടായിരിക്കുമെന്ന രീതിയിലും റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതുണ്ടാവുമെന്ന് ഉറപ്പില്ല, എന്നാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ സ്പൈഡർമാൻ എല്ലാവരും മറന്നെങ്കിലും സ്പൈഡർമാനോ ഹൾക്കിന് ഓർമ്മയുണ്ടാകുമെന്ന രീതിയിലും പല റീക്സ് വന്നിരുന്നു. അതായത് ഡോക്ടർ സ്ട്രേഞ്ച് ആ സ്പെല്ലിടുമ്പോൾ ഹൾക്ക് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഹൾക്കിന് പീറ്ററിന് ഓർമ്മയുണ്ടാകുമെന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അതേപോലെ കോമിക്സിലും ഒരു തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ആരെയോ പ്രിസം പോലെ എന്തോ ഒന്നില് പിടിച്ചു വെച്ച പോലെയും കാണിക്കുന്നുണ്ട്. ഇത് ആരാണെന്ന് മുഖമൊന്നും കാണിക്കുന്നില്ല. അതേപോലെ മറ്റൊരു സീനിൽ സ്പൈഡർമാൻ ഒരു ടാങ്കർ തുറന്നു നോക്കുന്നുണ്ട്. അതിനുള്ളൊരു വയസ്സായ സ്ത്രീ ഉണ്ടാവും. ഒപ്പം തന്നെ സ്പൈഡർമാന്റെ അടുത്തായിട്ട് ഒരുപാട് DODസിന്റെ ആളുകൾ ഉണ്ടാവും. ആ ഒരു സമയത്ത് തന്നെ ഇവരുടെ എല്ലാവരും മൈൻഡ് ആരോ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു സീനായിട്ടായിരിക്കും അത് കാണിക്കുന്നുണ്ടാവുക. ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് കാണിക്കുന്നുണ്ടാവില്ല, എന്നാലും ഇത് ചെയ്യുന്നത് ജീൻ ഗ്രേ ആണെന്നും ലീക്സ് ഉണ്ട്. ജീൻ ഗ്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്മാൻ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടർ തന്നെയാണിത്. അതേപോലെ ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലൊക്കെ ഉണ്ടായിരുന്ന സാൻഡി സിങ്ക് ആണെന്നുമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രിസണിൽ കണ്ടത് നമ്മുടെ ജീൻ ഗ്രേ ആവാനാണ് സാധ്യത. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി സ്കോർപ്പിയനെ സ്പൈഡർമാന്റെ വില്ലനായിട്ട് കിട്ടിയിരിക്കുകയാണ്.
ഹോം കമ്മിങ്ങിന്റെ മിഡ് ക്രെഡിറ്റ് സീനിന് ശേഷം ഈ ക്യാരക്ടറിനെ കുറിച്ച് യാതൊരു അറിവും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവസാനം ഈ മൂവിയിലൂടെ നമുക്ക് ഈ ക്യാരക്ടറിനെ ലഭിച്ചിരിക്കുകയാണ്. അതേപോലെ ഏകദേശം കോമിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള സ്യൂട്ട് തന്നെയാണ് സ്കോർപിയൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇവരൊരു ചെറിയൊരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഈ മൂവിയിൽ വരാൻ പോകുന്ന മറ്റു വില്ലന്മാരായിട്ടുള്ളവരാണ് ദി ഹാൻഡ്, അതായത് ആ റെഡ് നിഞ്ചാസ് ആയിട്ട് കാണിച്ചിട്ടുള്ള അവര്. നെറ്റ്ഫ്ലിക്സിന്റെ ഡെയർ ഡബിൾ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ അറിയാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇവർ കുറച്ചും കൂടി സൂപ്പർ നാച്ചുറൽ ആയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡ് ഈ മൂവിയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു വില്ലന്മാർ തന്നെയായിരിക്കും. അതേപോലെ ട്രെയിലറിന്റെ അവസാനത്തിൽ ഹാൻഡും സ്പൈഡർമാനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാകാൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന കാര്യം എന്തെന്നാൽ ഈ മൂവിയിലെ സ്റ്റൺസ് എല്ലാം ചെയ്തിരിക്കുന്നത് സാക്ഷാൽ ജാക്കി ചാന്റെ സ്റ്റണ്ട് ടീമാണ്. അതുകൊണ്ടെല്ലാം സ്റ്റൺസ് എല്ലാം ഏത് ലെവലിൽ പോകുമെന്നറിയാൻ താല്പര്യമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സീനിലായിട്ട് ഹാൻഡിന്റെ മുന്നിൽ സ്പൈഡർമാൻ അൺമാസ്കഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തൊട്ടടുത്ത സീനിൽ പീറ്റർ കണ്ണ് തുറക്കുമ്പോൾ പീറ്ററിന്റെ കണ്ണ് പൂർണ്ണമായും ഒരു കറുത്ത കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ചിലരിത് വെനമാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെനം വരാനുള്ള സാധ്യത വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ഇതിലായി നേരത്തെ പറഞ്ഞിട്ടുള്ള ആ മ്യൂട്ടേഷന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും ഇത്. അതേപോലെ ഈ ട്രെയിലറിൽ സ്പൈഡറിന്റെ 3 ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്പൈഡറിന് 3 ലൈഫ് സൈക്കിളാണ് ഉള്ളതെന്നും ഇവയ്ക്കുള്ളിൽ പെട്ടുപോകുമ്പോൾ അവർ വളരെയധികം ദുർബലരാകുമെന്നും എന്നാൽ അവരതിനെ മറികടന്നാൽ ഒരു പുനർജന്മം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതേപോലെയുള്ള റീബർത്ത് പോലെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ കാണിച്ചിട്ടുണ്ടാവുക. അതുപോലെ ഹാൻഡ് കൂടാതെ ഈ മൂവിയിൽ വരാൻ പോകുന്ന മറ്റ് വില്ലന്മാരാണ് ബൂമറാങ്, ടെറൻഡുല തുടങ്ങിയവർ. സ്പൈഡർമാൻ ഇവർക്ക് 2 പേർക്കെതിരെയും ഫൈറ്റ് ചെയ്യുന്നത് കാണാം. ബൂമറാങ് എന്ന പേര് പോലെ തന്നെ ബൂമറാങ് പോലത്തെ വെപ്പൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടെറൻഡുല വളരെയധികം പോയിസണസ് ആയിട്ടുള്ള ടോസ് സ്പൈക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവർ 2 പേരോടുമുള്ള ഫൈറ്റിന്റെ ചെറിയൊരു സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ട്രെയിലറിൽ. എന്നാലും ഇവർക്ക് അത്രത്തോളം വലിയ റോളൊന്നും ഈ മൂവിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. തുടക്കത്തിലുമെല്ലാമായി സ്പൈഡർമാനോട് ഫൈറ്റ് മറ്റും ഉണ്ടാകുമെന്നതിലുപരി സിനിമയുടെ സ്റ്റോറിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇവർക്ക് കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ ഈ ട്രെയിലറിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഈസ്റ്റർ എഗ്സ് ഒക്കെ കാണാൻ കഴിയും. ഈ ഒരു സ്പെസിഫിക് സീന് നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ സ്പൈഡർമാന്റെ ആദ്യത്തെ കോമിക്സിന്റെ കവർ പേജിന്റെ ഒരു റീക്രിയേഷൻ ആണ്. ഇത് മാത്രമൊന്നുമല്ല, ഇത്തരത്തിലുള്ള ഇനിയും ഒരുപാട് സീക്വൻസുകൾ ഈ മൂവിയിലുണ്ട്. അതേപോലെ തന്നെ ഈ മൂവിയിലുള്ള ഒരുപാട് വെബ് സ്വിംഗിങ് സീൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് കൂടുതലും അമേസിംഗ് സ്പൈഡർമാനിലെ ആൻഡ്രൂ ഗാഡ്ഫീൽഡ് സ്പൈഡർമാനെയാണ് നമ്മൾ കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ജൂലൈയിലായിരിക്കും ഈ മൂവി പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കാര്യമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതാണെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.